ഈ വീഡിയോയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിഷയമാണ്. കാരണം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പുള്ളിക്കാരൻ ഏത് സമയത്ത് എന്ത് പറയുന്നു എന്നതിനെക്കുറിച്ച് ഒരു ബോധ്യമില്ലാത്ത രീതിയിലാണ് പുള്ളിക്കാരൻ്റെ സ്റ്റേറ്റ്മെൻറ്റുകൾ. പലപ്പോഴും അങ്ങനെ തന്നെയാണ്. ഇന്നും പറഞ്ഞിട്ടുണ്ട് അമേരിക്കൻ ആർമിയാണ് നമ്പർ 1 ആർമി വേൾഡിൽ തന്നെ, ആർക്കും അവരെ തോൽപ്പിക്കാൻ പറ്റത്തില്ല, അനായാസം കാര്യങ്ങൾ നടപ്പിലാക്കാനുള്ള കഴിവുള്ള ഒരു ആർമിയാണ് അമേരിക്കൻ ആർമി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തള്ളി മറിച്ചിരിക്കുകയാണ്. എനിവേ ഇറ്റ്സ് ഓക്കെ, ഫൈൻ. അതൊക്കെ അവരവരുടെ രാജ്യത്തിൻ്റെ ആർമിയെക്കുറിച്ച് അവരവർക്ക് പറയാനുള്ള അവകാശമുണ്ട്, ഓക്കെ, പറഞ്ഞോട്ടെ. പക്ഷേ ഒരു യുദ്ധം നടത്തുമ്പോൾ സാമാന്യ മര്യാദയുണ്ട്. ഈ സാമാന്യ മര്യാദ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ യുദ്ധത്തിനെക്കുറിച്ച് വളവളാന്ന് സംസാരിക്കാതിരിക്കുക. യുദ്ധം നടത്തുമ്പോൾ തീർച്ചയായിട്ടും എന്താണോ ടാസ്ക് അത് കൃത്യമായിട്ട് രഹസ്യമായിട്ട് ആർമി തലത്തിൽ മാത്രം ഇൻഫർമേഷൻ പാസ് ചെയ്ത് അവർക്ക് പെൻറ്റഗൺ സെൻകോം ത്രൂ ആണെന്നുണ്ടെങ്കിൽ അത് ത്രൂ മെസ്സേജ് കൺവേ ചെയ്ത് കൃത്യമായിട്ട് ആ ഒരു ആക്ഷൻ പ്ലാൻ നടപ്പിലാക്കുക എന്നുള്ളതാണ് ഈ സമയത്ത് ഒരു രാജ്യത്തിന്റെ പ്രസിഡന്റ് ചെയ്യേണ്ട പ്രധാനപ്പെട്ട ജോലി. അതെല്ലാം ഒഴിവാക്കിയിട്ട് ഇപ്പൊ ഡൊണാൾഡ് ട്രംപിന്റെ മുന്നിൽ പത്രക്കാർ വന്നിട്ട് ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട്. പത്രക്കാരെന്ന് പറയുമ്പോഴത്തേക്ക് അവർ തീർച്ചയായിട്ടും ചോദ്യങ്ങൾ ഉയർത്തും. അപ്പം വളരെ മാന്യമായിട്ട് ഇതിനു മുമ്പും ഒരുപാട് പ്രസിഡന്റുമാർ അമേരിക്കയിൽ ഉണ്ടായിട്ടുണ്ട്. അതെല്ലാം തന്നെ കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള തീരുമാനങ്ങളാണ്. ഡീറ്റെയിൽ ആയിട്ടുള്ള ബ്ലൂ പ്രിന്റ് പെൻറ്റഗൺ കൊടുത്തിട്ടുണ്ട്. അത് നടപ്പിലാക്കാൻ മിനിസ്ട്രി ഓഫ് ഡിഫൻസ് ഇവിടെയുണ്ട്, ഇല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് വാർ ഇവിടെയുണ്ട്. അവരത് നടപ്പിലാക്കുന്നുണ്ട്. നമ്മൾ അമേരിക്കയുമായിട്ട് ബന്ധപ്പെട്ട അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്കമിങ്ങിൽ വരാനിരിക്കുന്ന വിഷയങ്ങളെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള ബ്രീഫിംഗ് എനിക്ക് തരാൻ കഴിയുകയില്ല. അതൊരു കോമൺ നോളജാണ്. അങ്ങനെ ഏതെങ്കിലും മാധ്യമ പ്രവർത്തകർ വന്നിട്ട് ഇങ്ങനെ നാവിൽ കമ്പിട്ട് കുത്തുന്നെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനത്തെ മറുപടികളാണ് കൊടുക്കേണ്ടത്. അതിനു പകരം ഡൊണാൾഡ് ട്രംപ് എവിടെ പോയാലും സംസാരം. കല്യാണ വീട്ടിൽ പോയാൽ അവിടെയും വാർ സ്പീച്ച്, ഗോൾഫ് കളിക്കാൻ പോയാൽ അവിടെയും വാർ സ്പീച്ച്, എവിടെയെങ്കിലും ഷോഫറിൽ കയറിയിട്ട് സഞ്ചരിക്കാൻ പോയാൽ അവിടെയും വാർ സ്പീച്ച്, എവിടെയൊക്കെ പബ്ലിക് അപ്പിയറൻസ് ഉണ്ടോ അവിടെ എല്ലാം വാർ സ്പീച്ച് കൊടുക്കുകയാണ്. ഈ മാതൃകയിലുള്ള ഒരു പ്രസിഡന്റിനെ വളരെ വിചിത്രമാണ് കേട്ടോ, നമുക്ക് പറയാതിരിക്കാൻ വയ്യ. ട്രംപ് ശരിയാണ്, ഇസ്രായേലുമായിട്ട് യോജിച്ച് പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും ഇസ്രായേൽ ശരിക്കും അമേരിക്കയെ വെച്ചിട്ട് ഈ ഒരു ഗെയിം പ്ലേ നടത്തുകയാണ്. അതാണ് ശരിക്കും ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം ഇപ്പുറത്ത് നെതന്യാഹു എന്ന് പറഞ്ഞ ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു പ്രൈം മിനിസ്റ്റർ മാത്രം ഇല്ലാന്നുണ്ടെങ്കിൽ ട്രംപിന്റെ ഈ പണിയുണ്ടല്ലോ അത് എപ്പോഴേ പൂട്ടിക്കെട്ടിയെന്ന് അറിയാമോ? അതാണ് സംഭവം. വളരെ ബ്രില്യൻ്റ് ആയിട്ട് യുദ്ധം മുന്നോട്ട് നിന്ന് നയിക്കാനുള്ള കപ്പാസിറ്റി അത് ഒരു പോരാളിയായിട്ടുള്ള നെതന്യാഹുവിന് പെർഫെക്റ്റ് ആയിട്ടുണ്ട്. ഇസ്രായേൽ മാത്രം അമേരിക്കയോടൊപ്പം ഇല്ലാന്നുണ്ടെങ്കിൽ കളി വേറെ രീതിയിൽ മാറിയേനെ. ഇത് പലരും ഈ രീതിയിൽ അനലൈസ് ചെയ്തിട്ടുണ്ടോ നമുക്കറിയില്ല. ഇത് വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഇതാണ് യാഥാർത്ഥ്യം. അത് പറയാതിരിക്കാൻ വയ്യ. കാരണം ട്രംപ് അമ്മാതിരിയാണ് പെരുമാറുന്നത്. പാലാച്ചിന് പോയാലും അവിടെ ഇറാനുമായിട്ടുള്ള യുദ്ധത്തിനെ കുറിച്ചുള്ള സ്റ്റേറ്റ്മെന്റുകളാണ് അവിടെ കൊടുക്കുന്നത്. എന്തിനാണെന്നാണ് നമുക്കറിയാത്തത്. ഇപ്പൊ നിങ്ങൾ നോക്കൂ, കൃത്യമായിട്ട് അമേരിക്കയുടെ അവാക്സ് എന്ന് പറഞ്ഞ റഡാർ എയർക്രാഫ്റ്റ് ആക്രമിക്കപ്പെട്ടു. അത് പകുതിയോളം ഡിസ്ട്രോയ് ചെയ്യപ്പെട്ട അവസ്ഥയിലാണ് അവാക്സ് എന്ന് പറഞ്ഞ കാറ്റഗറിയിൽപ്പെട്ട എയർക്രാഫ്റ്റ് സൗദി പ്രിൻസ് സുൽത്താൻ എയർബേസിൽ പൊട്ടിത്തെറിച്ച് കിടക്കുന്നത്. ഇത് ഇറാൻ നടത്തിയ അറ്റാക്കിൽ നശിപ്പിക്കപ്പെട്ടതാണ്. 4 എയർക്രാഫ്റ്റുകളാണ് ഒരു 4 ദിവസങ്ങൾക്ക് മുമ്പ് ഇറാൻ നടത്തിയ ആക്രമണത്തിൽ അമേരിക്കയ്ക്ക് നഷ്ടപ്പെട്ടത്. പലതരത്തിലുള്ള ഡിനയൽ സ്റ്റേറ്റ്മെന്റ് ഒക്കെ സൗദിയിൽ നിന്ന് വന്നെങ്കിലും യഥാർത്ഥത്തിൽ ഇപ്പോൾ സത്യം പുറത്തു വന്നിട്ടുണ്ട്. അവാക്സ് എന്ന് പറഞ്ഞ ആ കാറ്റഗറിയിൽപ്പെട്ട ഒരു റഡാർ കോർഡിനേറ്റ്സ് റിസീവ് ചെയ്യാൻ പറ്റുന്ന വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള വളരെ ഹൈ എഫിഷ്യൻസി ഇന്റലിജൻസ് ഇൻഫർമേഷൻ ശേഖരിക്കുന്ന ഒരു എയർക്രാഫ്റ്റാണ് അമേരിക്കയ്ക്ക് നഷ്ടപ്പെട്ടത്. അതുപോലെ ഈ സ്ട്രേറ്റ് ഓഫ് ഹോർമോസുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഇറാൻ ഇപ്പോഴും സ്ട്രേറ്റ് ഓഫ് ഹോർമോസിനെ ഒരു ആയുധമായിട്ട് തന്നെയാണ് ഉപയോഗിക്കുന്നത്. അത് ഇതുവരെ അമേരിക്കയ്ക്ക് യുദ്ധം തുടങ്ങി 1 മാസം കഴിഞ്ഞിട്ടും സ്ട്രേറ്റ് ഓഫ് ഹോർമോസിൽ ഒരു നീക്കങ്ങളും നടത്താൻ സാധിച്ചിട്ടില്ല. അതൊരു യാഥാർത്ഥ്യമാണ്. അത് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ യൂറോപ്പിന്റെ ഒരു ചരക്ക് കപ്പൽ ആദ്യമായിട്ട് ഫ്രാൻസിന്റെ കപ്പലാണ് സ്ട്രേറ്റ് ഓഫ് ഹോർമോസ് കടന്നിരിക്കുകയാണ് സേഫ് ആയിട്ട്. ഇതാണ് ആദ്യത്തെ യൂറോപ്യൻ ചരക്ക് കപ്പൽ സ്ട്രേറ്റ് ഓഫ് ഹോർമോസ് കടന്നിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ചില ഗ്ലോബൽ നീഡ് ഈ സ്ട്രേറ്റ് ഓഫ് ഹോർമോസിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ചരക്ക് കപ്പലുകൾ നിരനിരയായിട്ട് 2 സൈഡിൽ നിർത്തി വെച്ചിരിക്കുകയാണ്. ഇതാണ് ഇപ്പം നിലവിലെ സാഹചര്യം. എണ്ണ വില $110 അപ്പോൾ ഇതിങ്ങനെ ഗ്ലോബലി ഒരു അൺസർട്ടനിറ്റി ക്രിയേറ്റ് ചെയ്തിട്ട് ഈ ഗ്ലോബൽ ക്രൈസിസ് ഇനി എന്ന് അവസാനിക്കും എന്നുള്ള ഒരു ഐഡിയ പോലും ഇല്ലാത്ത ഒരവസ്ഥയാണ്. സ്റ്റോക്ക് മാർക്കറ്റുകൾ കംപ്ലീറ്റ് താറുമാറായിട്ടുണ്ട്. അമേരിക്കയിലേക്ക് പോലും ഇൻവെസ്റ്റ്മെന്റുകൾ കൂടുതൽ പോകുന്നില്ല. മറ്റുള്ള മാർക്കറ്റുകളെല്ലാം ഡൗൺ ആണ്. ഇതാണ് ഇപ്പം നിലവിലെ സാഹചര്യം. ഇറാൻ ആണെന്നുണ്ടെങ്കിൽ ഖാത്തും എന്ന് പറഞ്ഞ ഏരിയയിൽ ഫൈറ്റർ ജെറ്റ് വെടിവെച്ച് വീഴ്ത്തിയതായിട്ട് ഒരു ക്ലെയിം ഉന്നയിക്കുന്നുണ്ട്. ഈ ക്ലെയിം ജസ്റ്റ് ക്ലെയിമാണ്. അവർ ചില ഫൂട്ടേജസ് ഒക്കെ പബ്ലിഷ് ചെയ്തിട്ടുള്ള കൺഫർമേഷൻ ഇതുവരെ വന്നിട്ടില്ല. ഇറാൻ സൈഡിലുള്ള ആൾക്കാരൊക്കെ ഇതെടുത്ത് വെച്ച് ആഘോഷിക്കുന്നുണ്ട്. പക്ഷേ ഇതുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോ ഫൂട്ടേജസ് ഒന്നും തന്നെ പുറത്തു വന്നിട്ടില്ല. ജസ്റ്റ് ഇമേജസ് മാത്രമാണ്. അപ്പോൾ ഇതിന്റെ വിശ്വസ്തത ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട്. ഇസ്രായേൽ ആണെന്നുണ്ടെങ്കിൽ ഹെസ്ബുള്ളയ്ക്ക് നേരെ മാരകമായിട്ടുള്ള ആക്രമണങ്ങൾ തകർത്ത് വെച്ച് അറ്റാക്ക് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനകത്ത് ഹിസ്ബുള്ള ആണെന്നുണ്ടെങ്കിൽ ഇന്ന് രാവിലെ 5:45 മുതൽ
9:45 വരെ തുരുതുരാ റോക്കറ്റുകൾ ഇസ്രായേലിലേക്ക് അയച്ചിട്ടുണ്ടായിരുന്നു. എനിവേ അതെല്ലാം തന്നെ നഷ്ടക്കച്ചവടമാണ് ഹിസ്ബുള്ളയ്ക്ക്. എല്ലാം തന്നെ ഇന്റർസെപ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. നോ മോർ ഇഞ്ചുറീസ്. ചില സ്ഥലങ്ങളിൽ ഡെഡ് സ്പേസിൽ റോക്കറ്റ് പതിച്ചിട്ടുണ്ട്. അതിലുപരിയായിട്ട് വലിയ രീതിയിലുള്ള ഇമ്പാക്ട് ഇത്രത്തോളം ഞാൻ ഈ വെച്ചിരിക്കുന്ന ലിസ്റ്റ് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് പൗസ് ചെയ്തിട്ട് ഏതൊക്കെ ഏരിയകളിലാണ് ഹിസ്ബുള്ള ഇന്ന് രാവിലെ ടാർഗറ്റ് ചെയ്തത് എന്നതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ പറ്റും. ജസ്റ്റ് ഒന്ന് പൗസ് ചെയ്തിട്ട് ആ ഏരിയകളൊന്ന് വായിച്ചു പോയാൽ മതി. പ്രത്യേകിച്ച് ഇസ്രായേലിൽ നിന്ന് വീഡിയോ കാണുന്ന നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ഇത് ജസ്റ്റ് ഒന്ന് വായിച്ചു പോകാമെന്നാണ്. കാരണം ഈ ഏരിയകളൊക്കെ ഹിസ്ബുള്ള ടാർഗറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് ബ്രിഗേഡ് 146 അതേപോലെ തന്നെ ബ്രിഗേഡ് 226 ഈ 2 ബ്രിഗേഡുകളാണ് IDF നിന്നും ലെബനന്റെ ഉള്ളിലേക്ക് ഹിസ്ബുള്ളക്കെതിരെയുള്ള ഓപ്പറേഷൻ ഗ്രൗണ്ട് ഫോഴ്സിൽ ഇപ്പോൾ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് രാവിലെ നടത്തിയ ഓപ്പറേഷനിൽ 15 ഹിസ്ബുള്ള തീവ്രവാദികളെ IDF വധിച്ചിട്ടുണ്ട് ലെബനന്റെ ഉള്ളിൽ. ഇറാൻ ആണെന്നുണ്ടെങ്കിൽ അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ആക്രമണത്തിൽ കലിപ്പുണ്ട്, അങ്ങനെ തന്നെ പറയേണ്ടി വരും. കട്ട കലിപ്പിൽ രാവിലെ മുതൽ ഇസ്രായേലിലേക്ക് തുരുതരാ മിസൈലുകൾ അയച്ചുകൊണ്ടിരിക്കുക. ഇതിനകത്ത് ക്ലസ്റ്റർ വാർഹെഡുകൾ അവർ അയച്ചിട്ടുണ്ട്. ഇതിൽ 7 സ്ഥലങ്ങളിൽ ഇമ്പാക്ട് ഉണ്ടായിട്ടുണ്ട്. 2 സ്ഥലങ്ങളിൽ സിവിയർ ആയിട്ടുള്ള ഇമ്പാക്ട് ആണ്. പക്ഷേ നോ മോർ ഇഞ്ചുറീസ്. അതേസമയം ഇൻഫ്രാസ്ട്രക്ചർ വെഹിക്കിൾ ഡാമേജസ് ആർ ഹാപ്പൻഡ്. അതാണ് ഇസ്രായേലിന്റെ സൈഡിൽ നിന്ന് വരുന്ന റിപ്പോർട്ട്. נפילה בקריית אתא, איזה מטורף. הנה הכניסה לבניין שלי. בום. פרנסיס בבית וגן. איפה האוטו עוד שלך? דירה שלי הראשונה מהימין. בניין לידי נפל פגיעה ישירה. בניין לידי, אלוהים ישמור. זה אצלנו. മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾക്ക് നേരെ തകർത്ത് വെച്ച് മിസൈലുകളും ഡ്രോണുകളൊക്കെ അയച്ചുകൊണ്ടിരിക്കുകയാണ് ഇറാൻ. അത് ഇന്നലെ പാലം തകർത്തതിന്റെ കലിപ്പാണ്. ആ കലിപ്പാണ് ഇപ്പോൾ തീർത്തുകൊണ്ടിരിക്കുന്നത്. ട്രംപ് ആണെന്നുണ്ടെങ്കിൽ പാലം മാത്രമല്ല, ഇനി ഇലക്ട്രിക് പവർ ഗ്രിഡുകളെ ടാർഗറ്റ് ചെയ്ത് അറ്റാക്ക് ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അമേരിക്കയുടെ ഉള്ളിൽ തന്നെ ട്രംപ് അഡ്മിനിസ്ട്രേഷനെ വിമർശിച്ചുകൊണ്ട് പലരും മുന്നോട്ട് വരുന്നുണ്ട്. പ്രത്യേകിച്ച് ലെഫ്റ്റിസ്റ്റുകൾ വരുന്നുണ്ട്. അവർ ഉയർത്തുന്ന ചോദ്യം എന്ന് പറഞ്ഞാൽ, ഇറാനും ഇസ്രായേലും തമ്മിൽ യുദ്ധം നടത്തുമ്പോൾ അമേരിക്കയ്ക്ക് അവിടെ എന്താണ് റോൾ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ആൾക്കാർ. അതിനുള്ള ഉത്തരവൊക്കെ ട്രംപ് വളരെ വ്യക്തമായിട്ട് കൊടുക്കേണ്ടതാണ്. പക്ഷേ അതിനുള്ള ഉത്തരമല്ല ട്രംപ് കൊടുക്കുന്നത്. അതിന് പകരം ട്രംപ് വേറെ എവിടേക്കോ പോയി എന്തൊക്കെയോ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. യുദ്ധം നിർത്തും എന്ന് പറയുന്നു, യുദ്ധം നിർത്തില്ല എന്ന് പറയുന്നത്, ഞാൻ ശിലായുഗത്തിലേക്ക് നിങ്ങളെ മടക്കി അയക്കും എന്നൊക്കെ പറയുന്നു. ഇങ്ങനത്തെ വെല്ലുവിളികളൊക്കെ നടത്തുന്നുണ്ട്. പക്ഷേ ഇതിനകത്തൊരു കാര്യം മനസ്സിലാക്കണം. ട്രംപ് എപ്പോഴും മറക്കുന്ന ചില കാര്യങ്ങളുണ്ട്. യുദ്ധം അവസാനിക്കുകയില്ല എന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലായി. അതെങ്ങനെയാണെന്ന് പറഞ്ഞാൽ, പല അനാലിസിസ് റിപ്പോർട്ടുകൾ വായിക്കുമ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്, ട്രംപ് അഡ്മിനിസ്ട്രേഷൻ നെഗോഷിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇറാന്റെ ഉള്ളിലുള്ള എലക്റ്റഡ് ആയിട്ടുള്ള പൊളിറ്റീഷ്യൻസിന്റെ അടുത്താണ് ട്രംപ് അഡ്മിനിസ്ട്രേഷൻ നെഗോഷിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ യുദ്ധം നടത്തുന്ന ആരാണ്? യുദ്ധം നടത്തുന്ന IRGC ആണ്. ഈ വ്യത്യാസം വളരെ വളരെ പ്രകടമാണ് ഇറാന്റെ ഉള്ളിൽ. അപ്പം അങ്ങനെ ഡൊണാൾഡ് ട്രംപിന്റെ ടീം ഈ പാകിസ്ഥാനെ വെച്ചുകൊണ്ട് നടത്തുന്ന നെഗോസിയേഷൻ എല്ലാം തന്നെ IRGC ടീമുകളുമായിട്ടല്ല, അവരുടെ പൊളിറ്റിക്കൽ വിങ് ആയിട്ടുള്ള അബ്ബാസ് അരക്ചി തീവ്ര നിലപാടുള്ള വ്യക്തി തന്നെയാണ്, അതിൽ യാതൊരു മാറ്റമില്ല. പക്ഷേ അവരൊക്കെ പൊളിറ്റിക്കൽ വിങ് ആണ്. ഈ പൊളിറ്റിക്കൽ വിങ്ങിനും അതുപോലെ തന്നെ ഈ IRGCക്കും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ഈ വ്യത്യാസം മനസ്സിലാക്കാതെയാണ് ട്രംപ് അഡ്മിനിസ്ട്രേഷൻ ലോകത്തിനെ തന്നെ വിഡ്ഢിയാക്കിക്കൊണ്ടിരിക്കുന്നത്. അവരുദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ, നമുക്ക് എന്തും പറയാം, എന്ത് തരത്തിലുള്ള നാടകവും നടത്താം എന്നൊക്കെയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ യുദ്ധം അവസാനിക്കണം എന്നുണ്ടെങ്കിൽ ചില നിർണായകമായിട്ടുള്ള ഗ്യാപ്പ് ഉണ്ട്. ആ ഗ്യാപ്പ് എല്ലാം തന്നെ ഫില്ല് ചെയ്യപ്പെടണം. ഇപ്പം നിങ്ങൾ ഇന്ന് തന്നെ നോക്കൂ, ഞാൻ ഈ വീഡിയോയിൽ തന്നെ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഇറാൻ F-15 എന്ന് പറഞ്ഞ ആ ഒരു ഫൈറ്റർ ജെറ്റ് ഇറാൻ ടാർഗറ്റ് ചെയ്ത് അതിനെ അറ്റാക്ക് ചെയ്ത് വീഴ്ത്തിയതായിട്ടുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്കൻ ടീം ഇറാന്റെ ഉള്ളിൽ തിരച്ചിൽ നടത്തുകയാണ്. ഇതിന് പ്രധാനമായിട്ടുള്ള ഒരു തെളിവായിട്ടുള്ള ഒരു ഇമേജ് പുറത്തു വന്നിട്ടുള്ളത്, F-15 ഫൈറ്റർ ജെറ്റിൽ ഘടിപ്പിച്ചിരിക്കുന്ന സീറ്റ് വിത്ത് എജക്ടർ, ആ കൃത്യമായിട്ട് ആ സീറ്റ് ഇജക്ട് ചെയ്ത് ഓട്ടോ ഇജക്ട് ചെയ്ത് അതൊരു സ്ഥലത്ത് ലാൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അവിടെ നിന്നും സോൾജർ ജീവനോടുകൂടി രക്ഷപ്പെട്ട് ഏതെങ്കിലും സ്ഥലത്ത് രഹസ്യമായിട്ട് ഒളിവിൽ രക്ഷപ്പെട്ടിരിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ആ സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് ആ പ്രത്യേക ഏരിയകളിൽ അമേരിക്കൻ സേന തിരച്ചിൽ നടത്തുകയാണ്. ആ തിരച്ചിൽ നടത്തുന്ന വീഡിയോ ഫൂട്ടേജസ്
പബ്ലിഷ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇതിൽ ഇപ്പോഴും ഞാൻ പറയുകയാണ്, ആധികാരികമായിട്ട് അമേരിക്കയുടെ സൈഡിൽ നിന്നും ഇതുമായിട്ട് ബന്ധപ്പെട്ട കൺഫർമേഷൻ വന്നിട്ടില്ല. പക്ഷേ ആൾമോസ്റ്റ് 80% അമേരിക്കയുടെ F-15 ഫൈറ്റർ ജെറ്റ് ഇറാൻ അടിച്ച് വീഴ്ത്തിയതായിട്ടുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇറാൻ മിഡിൽ ഈസ്റ്റ് മേഖലകളിൽ പല മാസീവ് ആയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചറുകളെ ടാർഗറ്റ് ചെയ്തുള്ള അറ്റാക്ക് നടത്താനുള്ള സാധ്യതയുണ്ടെന്നുള്ള മുന്നറിയിപ്പുണ്ട്. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഇന്നലെ പാലം തകർത്തതുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിനെ ചൊല്ലിയാണ്. ഇസ്രായേൽ ആണെന്നുണ്ടെങ്കിൽ ലെബനാന്റെ ഉള്ളിൽ നിരവധി ഏരിയകളിൽ ആക്രമണങ്ങൾ നടത്തുന്നുണ്ട്. തികച്ചും ഹിസ്ബുള്ളക്കെതിരെ എഫക്റ്റീവ് ആയിട്ടുള്ള സെർച്ചാണ് ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ പിരിമുറുക്കമാണ് ശരിക്കും തുരുതുര റോക്കറ്റുകൾ ഇന്ന് രാവിലെ അയച്ചത്. ഞാൻ വെച്ച ലിസ്റ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. ഒരുപാട് നിരവധി ഏരിയകൾ ടാർഗറ്റ് ചെയ്താണ് ഹെസ്ബുള്ള റോക്കറ്റുകൾ ഇസ്രായേലിലേക്ക് അയച്ചത്. ഈ ഹെസ്ബുള്ള എന്ന് പറയുന്നത് IRGC തന്നെയാണ് കേട്ടോ. IRGC ആണ് ഹെസ്ബുള്ള. അതുകൊണ്ടാണ് ഇറാനിലേക്ക് ശക്തമായിട്ടുള്ള ആക്രമണം ഇസ്രായേൽ നടത്തുമ്പോൾ IRGCയുടെ പ്രോക്സികളായിട്ടുള്ള ഹെസ്ബുള്ളയ്ക്ക് നോവുന്നതും ഹെസ്ബുള്ള തുരുതര റോക്കറ്റുകൾ അയക്കാനുമുള്ള കാരണം. അപ്പോൾ എന്തായാലും വളരെ വളരെ നിർണായകമായിട്ടുള്ള വിഷയമാണ് ഈ അമേരിക്കയുടെ F-15 ഫൈറ്റർ ജെറ്റ് ഇറാൻ അടിച്ചു വീഴ്ത്തിയത്. തീർച്ചയായിട്ടും ഈ യുദ്ധം അവസാനിക്കുകയില്ല. ഈ യുദ്ധം ട്രംപ് പറയുന്നത് പോലെ ഒരു 3 ആഴ്ച കൊണ്ട് അവസാനിപ്പിക്കാൻ പറ്റുന്ന ഒരു യുദ്ധമല്ല. ശരിക്കും നിരവധി ഏരിയകളിൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വിഷയങ്ങളുണ്ട്. ആ വിഷയങ്ങളിലേക്കെല്ലാം ഒരു അമിക്കബിൾ സൊല്യൂഷൻ കൊണ്ടുവരണം. കാരണം ഇപ്പം സ്ട്രേറ്റ് ഓഫ് ഹോർമോസിൽ തന്നെ പല രാജ്യങ്ങൾക്കും അവിടെ അവകാശ തർക്കമുണ്ട്. പല ചെറിയ ചെറിയ ഐലൻഡുകളുമായിട്ട് ബന്ധപ്പെട്ട് UAEക്ക് തർക്കമുണ്ട്. അപ്പൊ ഈ വിഷയങ്ങളിൽ കൃത്യമായിട്ടുള്ള നിലപാട് വ്യക്തമാക്കണം. നെഗോസിയേഷൻ വന്നു കഴിഞ്ഞാൽ ഈ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ തീർച്ചയായിട്ടും അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യും. UAEക്ക് അവിടെ 2 ഐലൻഡുകളുണ്ട്. ആ ഐലൻഡുകളിൽ ഒരു ഐലൻഡ് UAEക്ക് അവകാശപ്പെട്ടതാണെന്നുള്ള വാദമാണ് UAEക്ക് ഉള്ളത്. ഈ വിഷയങ്ങളിലേക്കും തീരുമാനമെടുക്കണം എന്ന് പറഞ്ഞിട്ട് UAE ഇന്ന് ആ വിഷയത്തിനെ ചൂണ്ടിക്കാണിച്ച് പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്. UAEക്ക് കൊടുക്കുന്ന ഒരു മെസ്സേജും കൂടിയാണ് ഇറാൻ. അതായത് ഞങ്ങളെടുത്ത് നിങ്ങൾ കളിച്ചു കഴിഞ്ഞാൽ അമേരിക്കയുടെ സപ്പോർട്ട് ഉള്ളപ്പോഴേ ഞങ്ങൾ ഇങ്ങനെ പ്രതികരിക്കുന്നു. അപ്പൊ ആ സപ്പോർട്ടും കൂടി ഇല്ല എന്നുണ്ടെങ്കിൽ UAEക്ക് വേണ്ടി മാത്രമായിട്ട് ഈ ഐലൻഡ് പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് UAE ഫ്യൂച്ചറിൽ ഒരു യുദ്ധം നടത്താൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഇറാനുമായിട്ട്, അപ്പൊ അതിന് നിങ്ങൾ തുനിയരുത് എന്നുള്ള ഒരു മുന്നറിയിപ്പും കൂടിയാണ് ഇറാന്റെ UAEക്ക് മേലുള്ള ഈ ഒരു പ്രകരം. 3-ാം തീയതി രാവിലെ മുതൽ തന്നെ ആക്രമണങ്ങൾ ശക്തമായി നടത്തുന്നുണ്ട്. അബുദാബി കേന്ദ്രീകരിച്ച് 2 സ്ഥലങ്ങളിലേക്ക് ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട്. തുരുതര മിസൈലുകളും ഡ്രോണുകളും അയച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്തായാലും അമേരിക്കയിൽ പൊളിറ്റിക്കലി പല വിഷയങ്ങൾ നടക്കുന്നുണ്ട്. അമേരിക്കയിലുള്ള ആ ഒരു പ്രൊപ്പഗൻഡ, ട്രംപിനെ യുദ്ധം നിർത്താൻ വേണ്ടിയിട്ട് ഒരു പ്രഷർ, ട്രംപിന് മേലൊരു സമ്മർദ്ദം, യുദ്ധം എങ്ങനെയെങ്കിലും നിർത്തിപ്പിക്കാൻ വേണ്ടിയിട്ട് ലെഫ്റ്റിസ്റ്റ് ടീമുകൾ അവിടെ ട്രംപ് അഡ്മിനിസ്ട്രേഷനിൽ ഒരു പ്രഷർ അപ്ലൈ ചെയ്യുന്നുണ്ട്. ആ പ്രഷറിൽ അവിടെ ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. അതിന്റെ പൊളിറ്റിക്കൽ അനാലിസിസും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് പബ്ലിഷ് ചെയ്യാം. അപ്പൊ എന്തായാലും ഈ വീഡിയോയിൽ പറഞ്ഞ വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.